നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ് ക്ലിക്സ്. ഞങ്ങളുടേതടക്കം നിരവധി കപ്പലുകളാണ് ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ നങ്കൂരത്തിൽ കിടക്കുന്നത്. ഇപ്പോൾ പോർട്ടിലെ തിരക്ക് മൂലം ഇങ്ങനെ കുറേ നാൾ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടതുണ്ട്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു 20 ദിവസത്തെ കാത്തിരിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ കപ്പലിലെ പഴവും പച്ചക്കറിയും എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. ഇപ്പം മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ കുറേ നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പഴവും പച്ചക്കറിയൊന്നും അധികം നാൾ നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി നാളത്തേക്കൊന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ പോലെ ബോട്ട് പിടിച്ച് അവിടുത്തെ ആൾക്കാർ അതിലൂടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഓർഡർ അനുസരിച്ച് കുറച്ച് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒരു കയറ് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ ആ കയറിലൊക്കെ പിടിച്ച് ആ ബോട്ടിൻ്റെ ആ പൊസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുവാണ്. അതോടൊപ്പം തന്നെ ബോട്ടിൻ്റെ എഞ്ചിനും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റൊരു കയറ് ഇട്ട് കൊടുത്തു. അതിൽ ഓരോ സാധനങ്ങളും കെട്ടി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വലിച്ച് കപ്പലിലേക്ക് എടുക്കുവാണ്. ആദ്യം വന്നത് ചീരയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള പച്ചക്കറികളും അതുപോലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന പഴങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കുന്നത്. അതിനുശേഷം വന്നത് അത്യാവശ്യമായിട്ടുള്ള സവാളയാണ്. ഇപ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ കിട്ടുന്നതനുസരിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നേരെ സ്റ്റോറിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ കിട്ടുന്ന പഴങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇപ്പം വന്ന അവക്കാഡോയും അതുപോലെ തന്നെ കൈതച്ചക്കയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൈനാപ്പിൾ, ആഫ്രിക്കൻ പൈനാപ്പിൾ നല്ല ക്വാളിറ്റിയാണ്. ഇത് നല്ല ക്വാളിറ്റി പൈനാപ്പിൾ ഒറിജിനൽ. ഇത് കെമിക്കൽ ഒന്നും ഉണ്ടാവില്ല. വളരെ നല്ല ഗുണനിലവാരമുള്ളതാണ്. കൈതച്ചക്കൊക്കെ ഒരു പുളിയോ പഞ്ചസാര ഇടേണ്ട ഒരു ആവശ്യമില്ല, നല്ല മധുരമുണ്ട്. പിന്നെ തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെ ഓരോരോ സാധനങ്ങൾ തുറന്ന് നോക്കി ചെക്ക് ചെയ്ത് പുറകോട്ട് കൊടുത്തു വിടുകയാണ്. സാലഡ്, വെള്ളരി, വഴുതനങ്ങ, മാങ്ങാപ്പഴം, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തണ്ണിമത്തൻ, അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പയ്യെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾ റൂമിലേക്ക് അവിടെ തണുപ്പിച്ച് വെക്കാൻ വേണ്ടി കൊണ്ടുപോയി വെക്കുവാണ്. കാലിയായിട്ടുള്ള ട്രേ ഒക്കെ പയ്യെ നിറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും അതിൻ്റെ ഒരു അളവും കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു ത്രാസുണ്ട്. ആ വെയിങ് മെഷീനിൽ അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ചീഫ് കുക്ക് ഓരോ സാധനങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. കപ്പൽ തുറമുഖത്ത് എത്തുന്നത് വരെ ആവശ്യമുള്ള ഐറ്റംസാണ് നമ്മളിപ്പം ഇവിടെ അത്യാവശ്യമായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി കൂടുതൽ സാധനങ്ങൾ നമ്മൾ അവിടെ കരയ്ക്കെത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കാനിരിക്കുന്നത്. അതിനുള്ള ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പൽ ഒന്ന് കരയ്ക്ക് അടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്തരം സാധനങ്ങൾക്ക് ഏകദേശം $416, അതായത് 34,000 രൂപയോളമായി. അപ്പോൾ അത് നമ്മളൊരു ചെറിയൊരു കവറിലിട്ടിട്ട് കയറിൽ തിരികെ വെച്ച് താഴോട്ട് കൊടുക്കുവാണ്. കയറിൽ നിന്ന് ഡോളർ എടുത്ത് അവർ ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം വളരെ സന്തോഷപൂർവ്വം അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അവർ തന്ന ആ ഒരു സാധനങ്ങളുടെ ലിസ്റ്റും വില പട്ടികയൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. കടലിലെ ചെറിയ ഷോപ്പിങ്ങിന് ശേഷം ഞാൻ റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.